സോ വാട്ട്സ് അപ്പ് മെമ്പേഴ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ തന്നെ അടുത്തൊരു വീഡിയോ സോ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ്. മൈൻക്രാഫ്റ്റിൻ്റെ തന്നെ എത്രാമത്തെ 6ാമത്തെ പാർട്ടാണ് തോന്നുന്നുണ്ട് ഇത്. അപ്പോൾ നമ്മൾ 6ാമത്തെ പാർട്ടായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രധാനപ്പെട്ട നമുക്ക് മെയിനായിട്ടൊരു 3 കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാനുള്ളത്. നമുക്ക് ആദ്യം തന്നെ കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ പാർട്ട് കണ്ടിട്ട് അറിയാൻ നമ്മൾ കാണിച്ചു തരുതാണ്ടാ ഒരു ഫുൾ ഡയമണ്ട് ആർമറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പാർട്ട് നമ്മൾ ട്രയൽ ചേമ്പർ കണ്ടുപിടിച്ച് അത് ഫുള്ള് ലൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 കാര്യങ്ങൾ ചെയ്യാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നൊരു എൻജോയ്മെൻറ്റ് ഏരിയ ഉണ്ടാക്കണം. മനസ്സിലായ നമുക്ക് ഈ ടൂൾസൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഫുൾ ഡയമണ്ട് ആർമറും പിന്നെ നമ്മുടെ ഈ കൈകളുടെ ഈ ആക്സും സോഡും സാധനങ്ങളൊക്കെ പിന്നെ ഉണ്ടോ കുറേ അമ്പൊക്കെ ഉണ്ട് നമ്മുടെയൊക്കെ. ഇതൊക്കെ നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എൻജോയ്മെൻറ്റ് ടേബിൾ തന്നെ ഉണ്ടാക്കണം. പക്ഷേ അതിന് XP നമ്മുടെയൊക്കെ അധികമല്ല. അതാണ് പിന്നെ ഒരു പ്രശ്നം. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അതൊക്കെ സെറ്റാക്കാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ള 2ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കണം. അത് 2ാമത്തെ കാര്യം. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ ഒന്നും എന്തായാലും പോകണില്ല. എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്ത് നമുക്ക് വരും പാർട്ടുകൾ നമുക്ക് എന്തായാലും പോവാം. നമുക്ക് 3ാമത് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നുപോയി. ഓക്കെ, ഓർമ്മ വന്ന്. നമുക്ക് 3ാമത് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫാം കൂടി ഉണ്ടാക്കണം. നമുക്ക് മൃഗങ്ങളുടെ ഒരു 2-3 മൃഗങ്ങളുടെ ഫാം ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കണം. അതിനാണ് ഇവിടെ കുറച്ച് ഭാഗം ക്ലിയർ ചെയ്തിരിക്കണുണ്ടോ. ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അതിൻ്റെ പണി എന്തായാലും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് ആദ്യം തന്നെ നമുക്ക് ഉച്ചയായിട്ടാ സൂര്യനൊക്കെ മേലെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് പേപ്പർ ഉണ്ടാക്കണം. ഇന്ത്യയിൽ ഇപ്പോൾ പേപ്പർ ഉണ്ട്, ഒരു 30 പേപ്പർ ഉണ്ട്. നമുക്ക് ലെതർ വേണം. അതിൻ്റെയൊക്കെ ലെതർ ഉണ്ട്. ഹാനെ ലെതർ പോയിട്ട് ഒന്നുമില്ല. ഞാൻ മറ്റേ കുതിരനെ കൊന്നു. 3ാമതൊരു കുതിര ഉണ്ടായിരുന്നു ഇവിടെ. അതിനെ കൊന്നു. ഒരു മിനിറ്റ്, ഞാൻ ഈ ചെസ്റ്റിൽ എവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഒന്ന് എടുക്കട്ടെ നൈസായിട്ട്. 2 ഉണ്ട് ഇതിൽ. 2 ഒക്കെ ഉള്ളൂല്ലേ? ഞാൻ അതിനുള്ളിൽ കുറേ ഉണ്ടെന്ന് വിചാരിച്ച്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ എൻജോയ്മെൻറ്റ് ടേബിൾ ഉണ്ടാക്കാനുള്ള ലെതർ ഇട്ടിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ പോയിട്ട് എന്തെങ്കിലും മൃഗങ്ങളെ പിടിക്കാം. മൃഗങ്ങളെ പിടിക്കാതെ നമുക്ക് വീറ്റ് വേണം. മറ്റേ വല്ല പശുവിനെ അല്ലെങ്കിൽ വല്ല ആടിനൊക്കെ പിടിച്ചോണ്ട് നമുക്ക് വീറ്റ് വേണം. നമ്മുടെ മറ്റേ ഫാമിൻ്റെ അങ്ങോട്ട് പോവാം. നമുക്ക് ഇതൊക്കെ ഇത്ര വലുതായ ഓക്കെ, ഒരു വീറ്റ് മതി. എന്തായാലും ഇതൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്കിത് പറിക്കാല്ലേ. ഓക്കെ, നമുക്ക് മൃഗങ്ങളെ വിളിച്ചു വരുത്തുള്ള സാധനങ്ങളൊക്കെ സെറ്റാണ്. നമ്മളേക്ക് ഒരു 5 സീഡുണ്ട്, 6 വീറ്റും ഉണ്ട്. നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കൂട്ടിനുള്ളിലേക്ക് നമുക്ക് മൃഗങ്ങളെ കയറ്റാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അതിനൊരു കൂടുണ്ടാക്കണം. കൂടുണ്ടാക്കണമെങ്കിൽ നമുക്ക് ഫെൻസ് വേണം. അവിടെ ഞാൻ വുഡൊക്കെ അവിടെ വെച്ച് വുഡ് ഇത്രയൊക്കെ മതിയാവൂലേ? നോക്കാം. ഓക്കെ, 33 ഉണ്ട്. നമുക്ക് ഇനി ഉണ്ടാക്കാം. നമുക്ക് ഒരു 3 മൃഗങ്ങളെങ്കിലും പിടിക്കണം. കാരണം ഈ ഒരു ഏരിയയിൽ നമ്മൾ ഉണ്ടാക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ വെക്കാം. അത്ര മതിയില്ലേ? ഒരു കൂട് ഇത്ര മതി. കോഴിക്കോട് പിന്നെ നമ്മൾ ഉണ്ടാക്കേണ്ട ചെറുത് ഉണ്ടാക്കിയാൽ മതി. അത്ര വലുതാക്കണം എന്നില്ല. അതോ ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഈ 3 കൂടിൻ്റെ പണി തീർത്തിട്ട് ഞാൻ എന്തായാലും വരാം. നമുക്ക് 3 കൂട് എല്ലാം കൂടി ഉണ്ടാക്കണ കാണിക്കാൻ നിൽക്കുകയാണെങ്കിൽ വീഡിയോ ലെങ്ത്ത് കൂടുന്ന കാര്യം നമുക്ക് ഇനി വേറെ 2 പണികളുള്ളതാണ്. നമുക്ക് ഒബ്സിഡിയനൊക്കെ കളക്ട് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നമ്മുടെ കൂടിൻ്റെ പണി ഫുള്ള് തീർത്തിട്ടുണ്ട്. കണ്ട, ഇതാണ് ഏറ്റവും വലിയ കൂടി. ഏറ്റവും വലിയ കൂട്ടിലാണ് നമ്മൾ പശുവിനെ ഇടാൻ പോണത്. ഹലോ, എന്താ ഇവിടെ വാ. വായോ എല്ലാവരും വായോ കേട്ടാ. ഓടി വരുന്നുണ്ട്. എന്തപ്പോൾ തിരക്ക് പറ്റൊക്കെ. കയറിക്കോ. തിരക്കൊക്കെ 2 ഡോറ് വെച്ചാൽ നന്നായി. വാ. ഇഞ്ഞങ്ങോട്ട് പുറത്തേക്ക്. ഞാൻ വെറുതെ കാണിച്ചാ. ഞാൻ നിങ്ങൾക്ക് തീറ്റ തരാൻ വിളിച്ചല്ലേ. എന്നാ തിന്നോ. ഓക്കെ, നമ്മൾ ഒരിക്കലും തീറ്റ കൊടുത്തിട്ടുണ്ട്. എന്തപ്പോൾ എൻ്റെ ആവേശം പുറത്ത് കഴിഞ്ഞാൽ അവിടെ നിന്നാൽ മതി കേട്ടാ. ഇഹാന അവിടെ നമുക്ക് വേറെ മൃഗങ്ങൾ പിടിക്കാം. എൻജോയ്മെന്റ് ടേബിളിന്റെ സാധനങ്ങളായാ പറയട്ടാ. അതാ നമുക്ക് ഇനി 2 എണ്ണത്തിന് കൂടി കിട്ടി. നമുക്ക് ഇത്ര ആടുകളെ മതി തൽക്കാലത്തിന്. 2 ആളുണ്ടോ? ഞാൻ വിചാരിച്ചു ഒരാളുള്ളൂന്ന്.
ഓക്കെ, നമുക്ക് തൽക്കാലത്തിന് ഇത്ര ആട് മതി. ഇവര് ബ്രീഡ് ആയിക്കോളും. ടേബിൾ ഉണ്ടാക്കാല്ലേ? എൻജോയ്മെന്റ് ടേബിൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ സെറ്റായ. ആ പക്ഷെ കോഴിയും പശുവൊന്നും ഇല്ലേ? ഒരു കോഴിനെ പശുവിനെ കാണാനില്ല. ആടുണ്ട്, പന്നിയുണ്ട്. ഇതാ ഒരു പശു ഇതാ. എടാ അയ്യോ ഇതേ. അയ്യോ, മറ്റേ സ്കെലറ്റന്മാര് കുതിരപ്പുറത്ത് തന്നെ സ്കെലറ്റനോ സാധാ. ഇന്ത്യക്കലാണെങ്കിൽ ഷീൽഡും ഇല്ല. അതിൻ്റെയൊക്കെ പക്ഷെ അമ്പുണ്ട്. അമ്പേറ്റ് കാണിച്ചു തരട്ടോ. അതാ എന്നാ ഇതേ ഇവിടെ എന്താ ചാവാത്തി. ആ കുറച്ച് എക്സ്പി കിട്ടി. രക്ഷിക്കാൻ ഞാൻ വന്നടാ ഇതാണ്. രക്ഷിക്കാൻ ഞാൻ ഇതിന് ഓരോക്കെ കൊന്ന് കളഞ്ഞില്ല. അതാ ഇഞ്ഞുണ്ട്. എടക്കാ സ്കെലറ്റൻ ഹോഴ്സിനെ വേണോ? സ്കെലറ്റൻ ഹോഴ്സിനെ കൊല്ലല്ലോ. ഒരു മിനിറ്റ്, ഇവനെ മാത്രമായിട്ട് കൊല്ല്. ആ കിട്ടി സ്കെലറ്റൻ ഹോഴ്സിനെ കിട്ടി. പക്ഷെ ഇതിന് ലൈഫ് വേണ്ട. അയ്യേ, ആ എല്ലാ സ്കെൽറ്റനോസിനും അത്ര ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ എന്നപ്പോ എന്തിനാ ചാവ്? ആ ഇവന്റെ എല്ലൊക്കെ എടുത്ത് പട്ടി കൊടുക്ക. ഇക്കാണ് സ്കെൽറ്റനോസിന്. അതിനൊക്കെ ഒന്നും കളഞ്ഞ. ആടല്ലോ. ആ അതിനൊക്കെ ഉണ്ടാ? അതിന് ലൈഫ് ഉണ്ടാ? എല്ലാത്തിനും അത് ഇത്ര ഉണ്ടാവുള്ളൂ. എന്നാലൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒരു കളക്ഷൻ ആയിട്ട് എടുത്തു വെക്കാം. ഓക്കെ, ഇപ്പൊ എന്തായാലും അടുത്ത ദിവസമായിട്ടുണ്ട് നമ്മളൊരു സ്കെലറ്റൻ ഹോഴ്സിനെ പിടിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതെന്തായാലും അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ആവശ്യം വരും. ഈ സ്കെൽറ്റനോസിന് ബോണാണ് തിന്നാൻ കൊടുക്കുക. അതിപ്പോ അതിനോട് ചോദിച്ചു നോക്കി. അവിടെ ഷീപ്പുകൾ മാത്രമല്ല, വേറൊരു മൃഗം ഇല്ല. നമുക്ക് ഇങ്ങോട്ട് പോകണ്ട, നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. എന്നിട്ട് പശു എവിടെ? ഞാൻ കൊന്നു. ഇക്ക് പിന്നെ ലെതർ വേണ്ടേ ബുക്ക് ഉണ്ടാക്കാൻ? ആ രണ്ട് പശു. പശുവിനെ കൊണ്ടുപോകാം നമുക്ക്. എന്റെ കൂട്ടുകാരനെ ഞാൻ ഇത് കൊന്നു. ലവ് ഒക്കെ കാണിച്ച് വരുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഇട്ടാ അറിയാം ലവ് ആണോ വേറെ എന്തെങ്കിലും ആണോ എന്ന്. ആ കയറിക്കോ. എന്നാ ശരി ഇട്ടാ, ബൈ. പക്ഷെ ഇതിൽ പ്രശ്നമുണ്ട്. 2 പശുവിടെ കൂട്ടിയിട്ട് കഴുതാ നിക്കണ്. കളിയാക്കിയാണല്ലേ? മണ്ണന് ഇപ്പഴാ മനസ്സിലാവുന്നത്. ആദ്യം മനസ്സിലായില്ല, അതുകൊണ്ടാണ്. കോഴി ഇവിടെ കോഴിക്കുട്ടി ഉണ്ട്. ഒരു കോഴിക്കുട്ടിനെ കിട്ടി. അതിനെ കൊണ്ടുപോവാ. കോഴിക്കുട്ടി മറ്റേ മഞ്ഞ കളറല്ലേ? ആ വാ ഒരു കോഴിനെ കൂടി കിട്ടി. ഒരു കോഴിക്കുട്ടി. എടാ, ഒരു കോഴി അതിൻ്റെ കുട്ടി, വേറൊരു കോഴി അതിൻ്റെ കുട്ടി. ഓ കറക്റ്റ്. വായോ ഓടന്നെ. മറ്റേ മൃഗങ്ങൾക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഇവന്. പുറത്തേക്കിറങ്ങി ഓടാൻ നോക്കന്നല്ലേ. വർഗങ്ങൾക്കുള്ള പ്രശ്നമാണ് ഇതാണ്. കുറെ ചപ്പും ചോറൊക്കെ എടുത്തെറിയണ്. ഞാൻ ചപ്പും ചോറ് പോക്കറ്റ് എടുത്തേക്ക. പോക്കറ്റ് സ്ഥലം ഉണ്ടാവും. എന്ത് പറയണ്? അയ്യോ മഴ പെയ്ത്. എൻ്റെ വൃത്തിയായിട്ട കോമഡി കേട്ടപ്പോഴേക്ക് തോന്നി മഴ പെയ്യുന്ന്. നമുക്ക് എൻജോയ്മെന്റ് ടേബിളിന്റെ പണി ഇവിടെ കണ്ടേ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും 3 മൃഗങ്ങളെ കൂട്ടിനുള്ളിൽ ആക്കിയിട്ടുണ്ട്. നമുക്ക് 2-3 പശുക്കളെ കൂടി പിടിക്കാൻ പറ്റണമെങ്കിൽ നന്നാവും. പക്ഷെ നമുക്കെന്തായാലും ഇപ്പോൾ തൽക്കാലത്തിന് എൻജോയ്മെന്റ് ടേബിളിന്റെ പണി നോക്കാം. കാരണം നമ്മൾക്ക് എൻജോയ്മെന്റ് ടേബിളിന്റെ പണിയുണ്ട്, പിന്നെ നെതർ പോർട്ടൽ ഉണ്ടാക്കുന്ന ഒരു പരിപാടി. നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഒബ്സിഡിയനൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു വിഷയമല്ല. എവിടെ ഉണ്ടാക്കാം? നമുക്ക് മേലത്തെ നില ഉണ്ടാക്കാം. മേലത്തെ സ്ഥലം കണ്ടേജി, ഇത്ര വിശാലമായിട്ടുള്ള സ്ഥലമാണ്. ഈ അറ്റത്ത് ഉണ്ടാക്കാം. ഉണ്ടാക്കിക്കോ. ഓക്കെ, ലെതർ വേണമെങ്കിൽ വേണ്ട. സെറ്റല്ലേ? എൻജോയ്മെന്റ് ടേബിൾ ഉണ്ടാക്കിയ. ഓക്കെ ഇനി നമ്മളെവിടെ വെക്കണേ? വെച്ചോ. ഓക്കെ, ഇവിടെ ടോർച്ചും കൂടെ വെക്കാം. ലാൻഡേ വെച്ചല്ലേ കുറച്ചുകൂടി അടിപൊളി. ആ 30 സീനില്ല. 30 കൊടുത്ത അൺബ്രേക്കിംഗ് 3 കിട്ടും. പക്ഷെ ഇത് യൂസ് ചെയ്യണമെങ്കിൽ 30 XP 20 XP ഒക്കെ വേണം. നല്ല എക്സ്പിയുടെ എന്താ ചെയ്യാ? ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള എന്താ? ഇനി നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാം. വായോ, നെതർ പോർട്ടൽ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കാം. അയ്യോ, മേലത്തെ നിലയൊന്നും തീരെ സാധനമില്ല. ഒന്നൊരു കാര്യം ചെയ്യും, നമുക്ക് പുറത്തുണ്ടാക്കാം. അല്ലടാ, വീട്ടിനുള്ളിൽ ഉണ്ടാക്കണ്ട. കാരണം മറ്റേ പിഗിലിനെല്ലാം കൂടിയിട്ട് നെതർ പോർട്ടലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് വരും. അത് വേണ്ട. ആ നെതർ പോർട്ടലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വരികയാണെങ്കിൽ ഡയറക്റ്റ് വീട്ടിൻ്റെ ഉള്ളിലാവും സ്പോൺ ആവുക. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ഉണ്ടാക്കാം. ഈ ഒരു മുക്കിലായിട്ട് ഉണ്ടാക്കിക്കോ. ഉണ്ടാക്കിക്കോ.
എനിക്ക് ഇങ്ങനെ വന്നിട്ട് അവസാനിക്കണ ഒരു കിണ്ണൻ അതിർ പോർട്ടൽ ഐഡിയ എന്ന് വന്നു. വെക്കിച്ചെന്തായാലും നോക്കാം. യാമച്ചാൻ്റെ ഐഡിയ ഇട്ടത് കൊളായി എന്നെ കുറ്റം പറയണ്ട. ഇജെന്താ അവിടെ പൊട്ടിക്കണ സോംബി സോംബി സോംബി. ആരാ ആ വെച്ചോ വെച്ചോ. കണ്ടോ? ആ എടാ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഓക്കെ. എടാ ഇങ്ങനെ വെക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാ? നമ്മൾ അടിയിൽ കുഴിക്കണം. കുഴിക്കാം. ഈ പിക്കൽസിട്ട് അവിടെ കൊണ്ട് ചോദിച്ചു. അത് മഴ പെയ്യണോണ്ടാണ്. ആ മൊത്തത്തിൽ ഫെയിലാണായി. പൊട്ടിച്ചോ അത്. പൊട്ടിക്കല്ലേ കഴിവാണ് പോണത്. അനക്കൊന്നും ഇല്ലാത്ത സാധനം. ഫ്ലാഷ് ബാക്ക്. എടാ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഉള്ളിലൊന്ന് പോയി നോക്കട്ടെ. കുറച്ച് കഴപ്പ് കൂടുതലാണ്. നമ്മൾ എന്താണ് നെതർ എന്ന വൃത്തിയുടെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. യാ മോനെ നല്ല വിശാലമായിട്ടുള്ള സ്ഥലം. ഇവിടെ അയ്യോ ലാവലും വീണ്. നെതർ ഫോർട്രസ് തന്നെ. അയ്യവാ അത് പൊളിച്ചു. ഇത് പൊളിച്ചിരിക്കണം ആ ഡിസൈനിങ്. ഓക്കെ അപ്പോൾ അത്രയുള്ള നമ്മുടെ ഈ വീഡിയോ. നമ്മളെന്തായാലും ഇത്രയൊക്കെ തന്നെ ചെയ്യണുള്ളൂ. നമ്മളെന്തായാലും 3 കാര്യങ്ങൾ പറഞ്ഞ് 3 നമ്മളെന്തായാലും കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ പശുക്കളെ കൊന്നോനെ നമ്മുടെ സ്ഥലത്ത് വന്ന് നമ്മളടിക്കാൻ നോക്കണം. അപ്പം നമ്മക്കിട്ടുണ്ടാക്കാൻ വന്നിക്കണേ. ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളെന്തായാലും ഇവിടെ വെച്ചു അതിൻ്റെ ആക്കാൻ പോവാണ്. നമ്മളെന്തായാലും 3 സാധനങ്ങളും കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മളെന്തായാലും റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ കാണാൻ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 300 സബ്സ്ക്രൈബേഴ്സ് അടിക്കായിരുന്നു. കാരണം കാണുന്ന കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും മാക്സിമം കയറി ലൈക്ക് അടിക്കുക. സോ അടുത്ത വീഡിയോ കാണുന്ന സൈനിങ് ഔട്ട് ഗൈസ്. എല്ലാവർക്കും ബൈ. പിന്നെ മൈൻക്രാഫ്റ്റിൽ എന്തൊക്കെ ചെയ്യണമെന്ന് കൂടി ഇനി ഉള്ള പാർട്ടിൽ എന്തൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് കൂടി നിങ്ങൾ എന്തായാലും ഒന്ന് പറയാം. സോ ഇനി ശരിക്കും ബൈ.